Welcome back to Onam's kitchen. Hi dears, Assalamu alaikum. ഈ ഒരു മാസം നമുക്ക് എല്ലാവർക്കും ഓണമൊക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ കിറ്റ് തന്നെയാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിറ്റിലുള്ള സ്പെഷ്യൽ വിഭവമാണ് ഉണങ്ങലരി. അപ്പോൾ ഈ ഉണങ്ങലരി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. കൂടെ തന്നെ ആരെങ്കിലും ഒക്കെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയ കിറ്റിലുണ്ടായിരുന്ന ഉണങ്ങലരിയാണിത്. ഇതിൽ നിന്നും ഒരു ഗ്ലാസ് ഉണങ്ങലരി വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. പിന്നെ മെഷർമെൻറ്റ് കപ്പ് കയ്യിലുള്ളവരാണെങ്കിൽ 3/4 കപ്പ് ഉണങ്ങലരി വെച്ചിട്ട് നമുക്ക് ഇതേ ഒരളവിൽ തന്നെ പായസം തയ്യാറാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഗ്ലാസ് ഉണങ്ങലരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് വേണ്ടത് മെയിനായിട്ട് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 3 പാത്രങ്ങളിലായിട്ട് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും അങ്ങനെ 3 പാലും തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയൊരു കുക്കർ തന്നെ എടുത്തിട്ടുണ്ട്. പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുക്കർ എടുക്കുമ്പോൾ വലിയ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ചിട്ട് പുറത്തേക്കൊക്കെ തൂവി പോകും. അപ്പോൾ ഞാൻ ഈ കുക്കറിലേക്ക് 3-ാം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന 3-ാം പാൽ ഏകദേശം 3 കപ്പോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പാൽ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. അങ്ങനെ ഈ പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്തിട്ടുള്ള ഉണങ്ങലരി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇതും കൂടെ ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. പിന്നെ കുക്കറിലല്ല നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ കുറച്ചൊരു സമയമെങ്കിലും അരി കുതിർത്തെടുത്തിട്ട് വേവിച്ചെടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ആയിരിക്കും അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക. ഈ കുക്കറിലാണെങ്കിൽ നമ്മൾ കുതിർത്തെടുത്തിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഒരു വിസിലുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അരി വേവിച്ചെടുക്കാനായിട്ടും പറ്റും. അങ്ങനെ ഈ അരിയും പാലൊക്കെ തിളച്ച് വരുമ്പോൾ അരി വെന്ത് കഴിഞ്ഞിട്ട് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുക്കറിനുള്ളിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും അരിയൊക്കെ നല്ലപോലെ വെന്തിട്ട് കറക്റ്റ് പാകമായിട്ട് പായസത്തിനുള്ള കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. തമ്മിൽ അങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാവില്ല, എന്നാലും കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പാലിൻ്റെ അളവും തന്നെ കറക്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അരിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ാം പാലും ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ 2 കപ്പിൽ മുകളിലായിട്ട് തന്നെ 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 2-ാം പാലും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. ഇനി പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഈ പായസത്തിന് നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ചുക്ക് പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ പായസം ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും പിന്നെ മധുരത്തിന് വേണ്ടി ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിൽ വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അരിച്ചെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക, കാരണം ശർക്കരയിൽ വല്ല കല്ലോ പൊടിയൊക്കെ ഉണ്ടായിരിക്കാൻ എന്തായാലും സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും പായസത്തിലേക്ക് വേണ്ട മധുരം നോക്കിയിട്ട് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ശർക്കരയാണ് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഉപ്പും മധുരമൊക്കെ തന്നെ എല്ലാ ഭാഗത്തേക്കും എത്താനും വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പായസം നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ പായസമൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാലും കൂടെ മധുരം ഉപ്പുമൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1-ാം പാലും ചേർത്ത് കൊടുത്ത് നല്ലപോലെ നിന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കൂടുതൽ സമയം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ 1-ാം പാൽ എടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാതെ അത്യാവശ്യം കട്ടിക്കുള്ള ഒരു പാലാക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും പായസം കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ പായസമൊക്കെ നല്ലപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പായസം ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിൽ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടും ഈ ഒരു പായസം വറവിട്ടെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചിട്ടാണ് ഈ പായസം വറവിട്ടെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട്.
പിന്നെ വറവിട്ടെടുക്കാനായിട്ട് എടുക്കുന്ന നെയ്യിനോ അണ്ടിപ്പരിപ്പിനോ ഉണക്കമുന്തിരിക്കോ ഒന്നും പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്ന് നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വന്ന് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ 10 മിനിറ്റ് ഇവിടെ അടച്ച് വെക്കാം. അപ്പോഴേക്കും പായസമൊക്കെ നല്ലപോലെ തണുത്ത് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഈ പായസം സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പായസം തന്നെയാണ് ഉണങ്ങലരി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണങ്ങലരി ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.